പക്ഷെ എന്തൊക്കെയാലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ, ഇത്ര നേരം അമ്മയോടും കൂടെ സംസാരിച്ചാല് മകളുടെ വിജയത്തിൽ അമ്മയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ത്രൂ ഔട്ട് അമ്മ ഇങ്ങനെ കൂടെ നിന്ന് അമ്മ വളർത്തിക്കൊണ്ടുവരുന്ന അമ്മയുടെ എന്താ പറയാ അമ്മയുടെ സ്വപ്നങ്ങളെല്ലാം മകളിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നതായിട്ടാണ് എനിക്ക് ഇതല്ലായിരുന്നു എൻ്റെ സ്വപ്നം. ആക്ച്വലി എൻ്റെ അച്ഛൻ ഭയങ്കര കലയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഞങ്ങളെ ഭരതനാട്യം, മോഹിനിയാട്ടം എല്ലാം പഠിപ്പിക്കും ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ അമ്മയുടെ അമ്മ മദ്രാസിൽ സെക്രട്ടറിയിൽ ജോലി. അപ്പം അമ്മയുടെ അമ്മ അപ്പം അവർ നേരത്തെ മരിച്ചുപോയി. അപ്പം അമ്മയ്ക്ക് ഞങ്ങൾ ഭയങ്കര ഒരു ഗവൺമെൻറ് ജോലി അങ്ങനെയൊക്കെ ആയിരുന്നു അമ്മയുടെ ആഗ്രഹം. അമ്മ പറഞ്ഞു ഓ കഷ്ടം ഇവർക്ക് ഒരു ജോലിയാണ്. അന്നേരം ഞങ്ങൾ ജോലിക്ക് കയറിയതിന് ശേഷം ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനി അടുത്ത തലമുറ ഒരു കാരണവശാലും ഈ കലാ ഫീൽഡിലേക്ക് വിടുന്ന പരിപാടിയില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ സ്കൂളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പങ്കെടുക്കുക അത്രേ വേണ്ടു എന്നുള്ള രീതിക്കാണ് ഈ കഥയും കവിതയൊക്കെ അങ്ങനെയൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അതെല്ലാം പക്ഷേ ഇതിങ്ങനെയൊക്കെ വിട്ടുപോകുന്നു. പക്ഷെ അതെന്തായാലും അവളെ എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്ന ഒരാളിലേക്ക് അവൾ എത്തപ്പെട്ടിരിക്കുന്നു. ഉപ്പും മുളകും ഇത്രയും എപ്പിസോഡുകൾ 10 വർഷം വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഒരുപാട് പേർ വന്ന് പോയി അതിനകത്ത് സ്ഥിരമായിട്ടുണ്ടാകുമായിരുന്നു ചിന്തിച്ചിരുന്നവർ പോയി. എന്നിരുന്നാൽ പോലും വളരെ ശക്തമായ സാന്നിധ്യമായിട്ട് ശിവാനി അതിലുണ്ട്. ഇനി എല്ലാ കാലത്തും ഉപ്പുമുളക് എത്ര കാലം ഉണ്ടാവോ അത്രയും കാലം ശിവാനിക്ക് അതിലുണ്ടാവാൻ സാധിക്കട്ടെ. അമ്മയുടെ ഈ ഒരു സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ടാവട്ടെ. വിഷിംഗ് ബോത്ത് ഓഫ് യു വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം.